ഹായ് നമസ്കാരം കേട്ടാ അലിൻ ജോസ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നൊരു മലയാളം മൂവി കണ്ടു. ഒരു വൈൽഡ് ലൈഫ് സൂ എൻ്റർടൈൻമെൻ്റ് ആണ്. നിങ്ങൾക്ക് മൃഗസ്നേഹിയാണെങ്കിൽ, നിങ്ങൾക്ക് ഒരു സൂ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഒരു തിരുവനന്തപുരത്തെ സൂ അതേപടി വരച്ചു കാട്ടിയിരിക്കുകയാണ് സംവിധായകൻ ജെ കെ എന്ന സംവിധായകൻ. കുഞ്ചാക്കോപനെ നായകനാക്കി നല്ല രീതിയിൽ സംവിധാനം ചെയ്തിട്ടുള്ള സിനിമയാണ്. നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് സിനിമയാണ്. വൈൽഡ് ലൈഫും പ്രണയവും ത്രില്ലിങ്ങും ഫാമിലി എൻ്റർടൈൻമെൻറ്റ് പാക്കേജാണ്. ഫുൾ ഓൺ വൈബിൽ കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് ഗർ എന്ന സിനിമ. അപ്പോൾ സൂപ്പറാടാ നീ അല്ലെങ്കിൽ നീ സൂപ്പറാടാ. അപ്പോൾ ഗാനങ്ങളും പശ്ചാത്തല സംഗീതങ്ങളും ബീജവും എല്ലാം കൂടെ തന്നെ ഒരു 2-2.5 മണിക്കൂർ AC-ലിരുന്ന് തന്നെ കാണേണ്ട സിനിമയാണ്. കാരണം നമ്മുടെ ഡെവറോളി അണ്ണനൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. നല്ല കോമഡി രീതിയിലാണ് ഡെവറോളി അണ്ണൻ അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യുന്ന വിഷ്ണു, നമ്മുടെ നടീനടന്മാരെ ആങ്കറിങ് ചെയ്യുന്ന ആങ്കറാണ് വിഷ്ണു. അപ്പോൾ വിഷ്ണു മലയാള സിനിമയിലേക്ക് വന്നിരിക്കുകയാണ്. വിഷ്ണു എന്നെയും കുറേ ആങ്കർ ചെയ്തിട്ടുണ്ട്, ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് വിഷ്ണു. അപ്പോൾ വിഷ്ണുവിൻ്റെ അഭിനയം, ബ്ലോഗറായിട്ടുള്ള അഭിനയം കസറിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ രമേശ് പിഷാരടിയും ചാനൽ ആങ്കറായിട്ട് വരുന്നുണ്ട്. ചാനൽ റിപ്പോർട്ടറായിട്ട്, TV ന്യൂസ് ചാനലിൻ്റെ റിപ്പോർട്ടറായിട്ട് രമേശ് ഏട്ടൻ വരുന്നുണ്ട്. ഒരു രക്ഷയില്ല, മരണമാസ് പെർഫോമൻസ് ആണ്. പിന്നെ പാർവതി വരുന്നുണ്ട്. നമ്മുടെ പാർവതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വർഷങ്ങൾക്ക് ശേഷം സിനിമയിലൊക്കെ വൈറലായ പാർവതി. അപ്പോൾ നല്ല രീതിയിൽ പെർഫോമൻസ് ഉള്ള സിനിമയാണ്. സുരാജ് വെഞ്ഞാറമൂടും നമ്മുടെ ശ്രുതി രാമേന്ദ്രൻ്റെ പെർഫോമൻസ് അതിമനോഹരമാണ്. അപ്പോൾ കുഞ്ചാക്കോവിൻ്റെ നായകനായിട്ട് അനഹയാണ് വന്നിരിക്കുന്നത്. അനഹ മനോഹരമായിട്ടും പ്രണയമായിട്ടും ത്രില്ലിംഗ് ആയിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ശ്രുതി രാമേന്ദ്രൻ്റെ ഒരു ഫെയർ സ്റ്റൈലായിട്ടുള്ള വ്യത്യസ്തത നിറഞ്ഞൊരു ആക്ടിങ് ആണ്. നമുക്ക് നടന്ന സംഭവത്തിൽ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ആക്ടിങ് ആണെങ്കിൽ നീരജയിൽ ഇതൊരു കോമഡി രീതിയിലുള്ള ആക്ടിങ് ആണ്. നല്ല സീരിയസ് ആയിട്ടാണ് ശ്രുതി രാമേന്ദ്രൻ. അപ്പോൾ ഒരു 2 മണിക്കൂർ കറക്റ്റായിട്ട് കാണാൻ പറ്റുന്ന നല്ലൊരു വിഷ്വൽ എഫക്ട്സും പിന്നെ ത്രില്ലിങ്ങിനും പുലിയായിട്ടുള്ളൊരു മൽപ്പിടുത്തവും എല്ലാം കൊണ്ടും തന്നെ ഒരു പുലിമുരുകന് ശേഷം ഒരു സിനിമ കണ്ടൊരു അനുഭവമാണ്. പുലിമുരുകനിൽ ലാലേട്ടനാണെങ്കിൽ ഇതിൽ ചാക്കോച്ചൻ അതിമനോഹരമായിട്ടും ചെയ്തിട്ടുണ്ട്. പേടിച്ച് വരണ്ട് കാണാൻ പറ്റുന്ന ഒരു സൂ അനുഭവമാണ്. സൂവിലെ മൃഗങ്ങളെയും മൃഗശാലയൊക്കെ നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. മൃഗശാലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെയൊക്കെയും നല്ല രീതിയിൽ തന്നെ കാണിക്കുന്നൊരു സിനിമയാണ്. ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉള്ള സിനിമയാണ്. അലൻ CR ഏട്ടനൊക്കെ ഉണ്ട്. പിന്നെ മഞ്ജു പിള്ള ചേച്ചിയുടെയൊക്കെ മൃഗശാലയുടെ MD, മൃഗശാലയുടെ ഒരു മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള പെർഫോമൻസ് ഒക്കെ മികച്ചതാണ്. പിന്നെ രമേശ് ഏട്ടൻ്റെ ഒരു രക്ഷയിലെ കോമഡിയാണ്. രമേശ് ഏട്ടനും പാർവതിയും തമ്മിലുള്ള കോമ്പിനേഷനൊക്കെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 1 ടൈം വാച്ചബിൾ സിനിമയാണ്. 1 ടൈം 2 ടൈം വാച്ചബിൾ സിനിമയാണ് ഗർ സിനിമ.